ഇന്നലെ ശനിയാഴ്ചയായിരുന്നു, വീക്കെൻഡ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാമെന്ന്. അങ്ങനെ പുറത്തിറങ്ങിയപ്പം നല്ല വലിയ ചെമ്മീൻ കിട്ടി. വലിയ ചെമ്മീൻ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ചെമ്മീൻ കറിയും അതേപോലെ തന്നെ നെയ്ച്ചോറും ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് റൂമിലേക്ക് വന്ന് ഒരു കടായി ഗ്യാസിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി വന്നപ്പം അതിലേക്ക് കടുകിട്ട് അതൊന്ന് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പം അതിലേക്ക് പിന്നെ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉലുവയും ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നോട്ടെ. ഉലുവേൻ്റെ കളറൊക്കെ മാറുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അതൊരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉള്ളിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് പിന്നെയും നന്നായിട്ട് വഴറ്റാം. നന്നായിട്ട് വഴറ്റുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് പിന്നെയും നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വഴണ്ട് വരണം. നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം മാത്രം അതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നല്ല കളറൊക്കെ മാറി വേറൊരു കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത തക്കാളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് അത് വഴറ്റിയിട്ട് തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരണം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ മുളക് പൊടി ആദ്യം ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 സ്പൂൺ ഗരം മസാലയും കൂടെ തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ആ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി കിട്ടണം. അങ്ങനെ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്ന് എണ്ണയ്ക്ക് ഇങ്ങനെ ഇതായിട്ട് വരുന്ന സമയത്ത് നമുക്കിനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ, ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം വലിയ ചെമ്മീനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ചെമ്മീൻ നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ തല കഴിക്കും, അപ്പോൾ ഞാൻ തലയോട് കൂടിയിട്ടാണ് ഇടുന്നത്. അത് ആവശ്യമില്ലാത്തവരാണെങ്കിൽ തല ഒഴിവാക്കിയിട്ടും കഴിക്കാം. തലയൊക്കെ പണ്ട് വീട്ടിൽ മേടിക്കുമ്പോൾ നന്നായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് തരുമായിരുന്നു ഉമ്മ. അത് കഴിക്കാൻ വേറെ തന്നെ ഒരു രസമായിരുന്നു. ഇപ്പം 2 പണിയെടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരൊറ്റ കറിയിൽ നമുക്കിത് ഒതുക്കാം. അതാണ് നല്ലത്. അപ്പം ആ ചെമ്മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ മസാലയിൽ നന്നായിട്ട് ചെമ്മീൻ മിക്സ് ചെയ്യാം. അപ്പോൾ ആ ചെമ്മീനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയപ്പം എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കുടംപുളി, ഒരു 2 പീസ് കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുടംപുളി ഇട്ട് വെച്ച വെള്ളം കുടംപുളിയോട് കൂടെ തന്നെ നമുക്ക് ഈ ചെമ്മീൻ്റെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇനി ആ ചെമ്മീനൊക്കെ ഒന്ന് തിളച്ച് വന്നോട്ടെ, ചെമ്മീൻ കറി ഒന്ന് തിളച്ച് വന്നോട്ടെ. അപ്പോഴത്തേക്ക് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ആ ഓയിലിലേക്ക് ഞാനൊരു 3 ഗ്രാമ്പും 2 ഏലക്കായ ഇട്ടിട്ടുള്ളൂ. പട്ട, പൂവ് എന്നിവയുടെ അഭാവം മൂലം ഞാനതൊന്നും ഇട്ടിട്ടില്ല. പിന്നെ അതിലേക്ക് നമുക്ക് ഗ്ലാസ് അരി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. 1 ഗ്ലാസ് അരിയിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാറ് സാധാരണ. അപ്പോൾ നമുക്ക് ഈ അരിയിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരിച്ചിരി വിനെഗറും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഒരിച്ചിരി നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ട് ആരും പേടിക്കരുത്. കാരണം നമുക്ക് കുഞ്ഞു നെയ്യിൻ്റെ ബോട്ടിലായതുകൊണ്ട് സ്പൂണിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് കത്തി യൂസ് ചെയ്ത് ചെയ്യുന്നത്. നെയ്യും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ആ അരി ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം.
ആ അരി തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ചെമ്മീൻ എന്തായി നോക്കാം. നല്ല പുകയൊക്കെ വരുന്നുണ്ട്. നമുക്ക് എന്താ സംഭവം നോക്കാം. മൂടി തുറന്നപ്പോൾ നല്ല മണം വരുന്നുണ്ട് ചെമ്മീൻ കറീൻ്റെ. അപ്പോൾ നമ്മളെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ചെമ്മീൻ കറിയിലേക്ക് എനിക്ക് നെയ്യ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനൊരിത്തിരി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ആഡ് ചെയ്യുന്നതാണ്. അത് ഒരു കമ്പൽസറി ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം ആ ചെമ്മീൻ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ അരി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ ചോറും റെഡിയാവും. അങ്ങനെ നമ്മൾ ചെമ്മീൻ കറിയും ചോറും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് എ റൂം ഓഫ് വൺസ് ഓൺ.